അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. അർഹമുർറാഹിമായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തുപോയ സർവ്വ പാപങ്ങളും ഈ റജബിൻ്റെ മാസം, ഈ ബർക്കത്താക്കപ്പെട്ട റജബ് മാസത്തിൻ്റെ പോരിഷ കൊണ്ട് സർവപാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സു നൽകണേ റഹ്മാനേ. സ്വർഗം തന്ന് നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ അല്ലാഹ്. ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സർവമാന ക്ലേശങ്ങളും സർവമാന ഷർറുകളും മാറ്റിത്തരണേ അല്ലാഹ്. ഖൈറും ബർക്കത്തും തന്നു നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റഹ്മാനേ. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘത്തെ ആശ്രയിച്ച് കഴിയുന്ന ഹാർട്ട് അറ്റാക്ക് രോഗികളെ സഹായിക്കുന്ന അനേകായിരം പേരുണ്ട് റഹ്മാനേ. അവരെയെല്ലാം നീ സഹായിക്കണേ അല്ലാഹ്. അവരാരെയും നീ പരാജയപ്പെടുത്തല്ലേ റഹ്മാനേ. അവർക്കെല്ലാവർക്കും വിജയം കൊടുക്കണേ അല്ലാഹ്. ഇതിലെ അംഗങ്ങൾക്കും നീ വിജയം കൊടുക്കണേ റഹ്മാനേ. ആമീൻ ആമീൻ ആമീൻ. ഇന്ന് പരിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 60-61 ആയത്താണ്. 2 ആയത്ത്. അതാണെന്ന് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِبْ بِعَصَاكَ الْحَجَرَ فَانْفَجَرَتْ مِنْهُ 12 عَيْنًا قَدْ عَلِمَ كُلُّ أُنَاسٍ مَشْرَبَهُمْ كُلُوا وَاشْرَبُوا من رزق الله ولا تعثوا في الأرض مفسدين. وإذ قلتم يا موسى لن نصبر على طعام واحد فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها. قال تستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. ഇസ്രായേലുകാർ ത്യാഗം സഹിക്കാൻ തയ്യാറാകുന്നില്ല. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടും അവർ ത്യാഗം സഹിക്കാൻ തയ്യാറാകുന്നില്ല. ആ ഒരു കാര്യമാണ് ഈ 2 ആയത്തിൽ പറയുന്നത്. ആലാപനത്തിലേക്ക് നമുക്ക് കടക്കാം. സീനാ മരുഭൂമിയിൽ
കഴിയും കാലം വെള്ളം അതില്ലാതെ വിഷമിച്ചവർ മൂസാ നബിയോടും അവർ പറയുന്നേ കുടിക്കാൻ കുളിക്കാനും വെള്ളം ഇല്ല. പറയൂ നിനക്കുള്ള റബ്ബവനോട് വെള്ളം തരുവാനായി പറയൂ മൂസാ. വെള്ളം തരുമെങ്കിൽ വിശ്വസിക്കാം നിന്റെ പടച്ചോനെ ഞങ്ങളെല്ലാം. അങ്ങനെ പശുക്കുട്ടിയേക്ക് അവരുണ്ടാക്കി ദൈവമാക്കി വെച്ചിട്ട് മൂസാ നബി അലൈഹിസ്സലാം വന്നപ്പോൾ അവരിതുപോലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി കഴിഞ്ഞുകൂടുകയാണ്. അള്ളാഹുവിൻ്റെ കോപം ഇറങ്ങാതിരിക്കാൻ മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. അവിടം കഴിഞ്ഞിട്ട് മൂസാ നബി അലൈഹിസ്സലാമിനെ ഇവർ പ്രവാചകനായി അംഗീകരിക്കുന്നില്ല. മൂസാ നബിയെ അവർ കളിയാക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് വെള്ളം ആവശ്യമായി വരുന്നത്. അങ്ങനെ സീനാ മരുഭൂമിയിൽ അവർ വിലസി നടക്കുമ്പോൾ അവർക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരുമ്പോൾ അവരെല്ലായിടത്തും പരതി നോക്കുകയാണ്. എവിടെയെങ്കിലും വെള്ളമുണ്ടോ? മൂസായെ ആശ്രയിക്കാതെ നമുക്ക് വെള്ളം കിട്ടാൻ എന്തേലും മാർഗമുണ്ടോ എന്ന് അവരന്വേഷിക്കുകയാണ്. പക്ഷേ അവർക്ക് വെള്ളം കണ്ടെത്താനായില്ല. അങ്ങനെ അവരെല്ലാവരും കൂടെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് മൂസാ നബിയോട് പറയുന്നു, മൂസാ, ഞങ്ങൾക്ക് കുടിക്കാനും കുളിക്കാനും മറ്റു ഉപയോഗത്തിനുമായി വെള്ളം വേണം മൂസാ. അതുകൊണ്ട് നീ നിന്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വെള്ളം തരാൻ പറയൂ മൂസാ. അങ്ങനെ എങ്ങാണ് ഞങ്ങൾക്ക് വെള്ളം കിട്ടുകയാണ് എങ്കിൽ ഞങ്ങൾ നിന്നിലേക്ക് വിശ്വസിക്കാം മൂസാ. നീ പ്രവാചകനാണെന്ന് ഞങ്ങൾ അംഗീകരിക്കാം മൂസാ എന്ന് ഇസ്രായേലികൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞ രംഗം അല്ലാഹു മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്. അതുവഴി ലോക ജനതയോട് അല്ലാഹു പറഞ്ഞു മനസ്സിലാക്കുകയാണ്. ചലഞ്ചും ഇതായേറ്റി മൂസാ നബിയും കരഞ്ഞു ദുആ ചെയ്ത് റബ്ബിനോട്. തൻ്റെ ജനതയ്ക്കായി നബി മൂസായും ചെയ്തു ദുആ ഒന്ന് ഫലവും കണ്ടു. അങ്ങനെ ഇവരുടെ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, നാഥാ, എൻ്റെ ജനതയ്ക്ക് കുടിക്കാൻ വെള്ളമില്ല റബ്ബേ, കുളിക്കാൻ വെള്ളമില്ല റബ്ബേ, മറ്റൊരു ആവശ്യത്തിനും വെള്ളമില്ല അല്ലാ. ഇവിടെയൊന്നും പരതി നോക്കിയിട്ട് വെള്ളം കിട്ടാനില്ല റഹ്മാനേ. നിന്റെ ഔദാര്യമായി ഞങ്ങൾക്ക് നീ വെള്ളം നൽകണേ അല്ലാ. എൻ്റെ സമുദായത്തിന് നീ വെള്ളം നൽകണേ അല്ലാ. നീ ഞങ്ങളോട് കോപിക്കരുതേ അല്ലാ. നീ ഞങ്ങൾക്ക് വെള്ളം തരണേ റഹ്മാനേ എന്ന് കരഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹ് പറയുന്നു, മൂസാ നബിയെ കാണാൻ കഴിയുന്നോ പാറ ഒന്ന്? കാണാൻ കഴിയുന്നു
പാറ ഒന്ന് അല്ലാ പറയുന്നീ എന്താ ചെയ്യുക. അങ്ങനെ ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയുടെ പ്രാർത്ഥന കേൾക്കുകയാണ്. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുന്നു, മൂസാ നീ അങ്ങോട്ടൊന്ന് നോക്കണേ മൂസാ, ഒരു പാറ കാണാം മൂസാ. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹു പറഞ്ഞിടത്തേക്ക് നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ പാറ കാണുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, ഞാൻ പാറ കണ്ടു അല്ലാ. അല്ലാ പറയുന്നു, നബി മൂസാവേ വടിയും ഒരെണ്ണവും കയ്യിലില്ലേ? കാണും പാറയിൽ അടിയോരെണ്ണം അടിക്കൂ നബി മൂസ ബിസ്മി ചൊല്ലി. അങ്ങനെ അല്ലാഹു പറഞ്ഞതനുസരിച്ച് മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബിയുടെ കയ്യിലുണ്ടായിരുന്ന വടി അല്ലാഹു പറയുകയാണ്, മൂസാ അങ്ങയുടെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ആ കാണുന്ന പാറയിൽ ഒരു അടി കൊടുക്കണേ മൂസാ. അടി വെറുതെ കൊടുത്താൽ പോരാ, എൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഒരടി അടിക്കൂ മൂസാ താങ്കളുടെ വടി കൊണ്ട്. മൂസാ നബിയുമേ വടിയും ഓങ്ങി അടിച്ചു അടിയൊന്ന് പാറപ്പുറത്ത്. റബ്ബിൻ കനിവായി പാറയിൽ നിന്നും ഉറവായിതാ പൊട്ടി ഒഴുകുന്നുണ്ടേ. എണ്ണം ഇതാ പറയാം 12 ഉറവ 12 അവർക്ക് തന്നെ. അങ്ങനെ അല്ലാഹു പറഞ്ഞതനുസരിച്ച് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ആ പാറയിൽ ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊരു വെട്ടുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം ആ പാറയിൽ ഒരു അടിയടിക്കുകയാണ്. അത്ഭുതം തന്നെ. അല്ലാഹുവിൻ്റെ ഔദാര്യമായിട്ട് ആ അടിച്ച സ്ഥലത്ത് നിന്ന് പാറ പൊട്ടി ഒഴുകുകയാണ്. അല്ലാഹുവിൻ്റെ അപാരമായ കഴിവ്, അല്ലാഹുവിൻ്റെ കനിവാണത്. മൂസാ നബിക്കും മൂസാ നബിയുടെ ജനതയ്ക്കും ഇതാ ആ പാറയിൽ നിന്നും അരുവികൾ ഒഴുകുകയാണ്. എത്ര അരുവികളാണെന്നറിയുമോ? എത്ര ഉറവയാണ് പൊട്ടിയതെന്നറിയുമോ? 12 എണ്ണമാണ്. ഈ 12 ഉറവകളും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനതയ്ക്കാണ്, ആ ഇസ്രായേലുകാർക്കാണ്. വെള്ളം എടുക്കാനായി അവരെല്ലാരും ഓരോ സ്ഥലങ്ങളും അവർ കയ്യേറി. അല്ലാഹുവരോട് പറഞ്ഞുവത്രേ, തിന്നോ കുടിച്ചോളി യഥേഷ്ടം പോലെ. അരുതേ കുഴപ്പങ്ങൾ ഭൂമിയിലും, നാശം വിതയ്ക്കല്ലേ നിങ്ങളാരും. അങ്ങനെ ആ 12 ഉറവകളിൽ നിന്നും ജനങ്ങൾ അങ്ങോട്ട് വെള്ളമെടുക്കാൻ തുടങ്ങി.
അങ്ങനെ അള്ളാഹു പറഞ്ഞു, ഓരോരോ സ്ഥലങ്ങൾ ഓരോരോക്കായി വീതിച്ചു കൊടുക്കണം മൂസ. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം ഓരോരുത്തർക്കായി ഓരോ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുകയും പലരും ആ സ്ഥലങ്ങൾ കണ്ടെത്തി അങ്ങോട്ട് ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹു മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികളായ ഇസ്രായേലികളോട് പറയുകയാണ്, നിങ്ങൾ ഇഷ്ടം പോലെ തിന്നുകൊള്ളുക, ഇഷ്ടം പോലെ കുടിച്ചുകൊള്ളുക, നിങ്ങൾക്കെന്ത് വേണമെങ്കിലും ചെയ്യാം, അരുതേ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് കേട്ടോ. നിങ്ങൾ മര്യാദയ്ക്ക് വെള്ളമെടുക്കണം. ഓരോരുത്തരായി അനുസരണയോടെ അവർക്ക് പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നും ഉറവകളിൽ നിന്നും നിങ്ങൾ അനുസരണയോടെ നിങ്ങൾ വെള്ളമെടുത്ത് ഭുജിക്കുവീൻ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തുകൊള്ളുവീനെന്ന് അല്ലാഹു മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറയുകയും മൂസാ നബി അലൈഹി ഇസ്ലാം ആ ഇസ്രായേലി ജനതകളോട് ഇതങ്ങോട്ട് പറയുകയും ചെയ്യുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, നിങ്ങൾ ഇതെല്ലാം തിന്നുകൊണ്ട് ഇതെല്ലാം കുടിച്ചുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ നാശമുണ്ടാക്കരുത് കേട്ടോ, കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് കേട്ടോ, നിങ്ങൾ നല്ലതുപോലെ ജീവിക്കണം കേട്ടോ. എത്ര സ്നേഹത്തോടുകൂടി എത്ര വാത്സല്യത്തോടുകൂടി ഇസ്രായേൽ കൂട്ടങ്ങളോട് അള്ളാഹു പറയുന്ന രംഗമാണ്. ലോകത്തിൻ്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ആ രംഗങ്ങളെല്ലാം അള്ളാഹു ജിബ്രീൽ മുഖേന അറിയിക്കുകയാണ്. ആ അറിയിക്കുന്നതിനോടൊപ്പം ലോകത്തുള്ള സർവ്വ ഖിയാമത്ത് വരെയും വരുന്ന സർവ്വ ജനങ്ങളെയും അറിയിക്കുകയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അവരാൽ കൽപ്പിച്ച സ്ഥലത്ത് നിന്നും വളരെ അതപോടെ എടുക്ക് വെള്ളം. മര്യാദയ്ക്ക് വളരെ വിനയത്തോടെ അവരവരുടെ സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ വെള്ളമെടുക്കണേ എന്ന് അല്ലാഹു പറയുകയാണ്. വെള്ളം ഇതാ കിട്ടി അവർക്കും തന്നെ, ഭക്ഷണം വിശാലമായി തിന്ന് പൊന്നേ, തേനിനേക്കാൾ മധുരമുള്ളതും രുചിയുള്ളതുമായ ആ തേൻ പദാർത്ഥവും കാടപ്പക്ഷിയും വെള്ളവുമെല്ലാം ഭക്ഷണങ്ങളെല്ലാം തിന്ന് മതിച്ചവർ നല്ല ഉഷാറായി അവരെല്ലാരും. അപ്പോൾ ഉദിച്ചല്ലോ മോഹം വേറെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഫിറഔന്റെ എല്ലാ കുതന്ത്രങ്ങളും അവരിലേക്ക് പ്രയോഗിച്ചു അവരാകെ നാശകോടാലിയായാണ് ആ സമുദ്രത്തിൽ നിന്നും ഇക്കര സീനാ മരുഭൂമിയിലെത്തിയത്. അവിടെയും അവർക്ക് കഷ്ടപ്പാടായിരുന്നു. ആ കഷ്ടപ്പാടുകളെല്ലാം അല്ലാഹു തീർത്തു കൊടുത്തു. അവർക്ക് ഭക്ഷണം നൽകി, വെള്ളം നൽകി, സുഖസൗകര്യങ്ങളെല്ലാം നൽകി അവർ ഉഷാറായി മാറിയപ്പോൾ അവർക്ക് വേറെ ബുദ്ധി ഉദിക്കുകയാണ്. രണ്ടായത്തിൻ്റെ അർത്ഥമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അവർക്ക് നല്ല ഉഷാറായി ആഹാരമൊക്കെ കഴിച്ച് കാടപ്പക്ഷിയും തേൻകട്ടയൊക്കെ കഴിച്ച് ഉഷാറായി വെള്ളമൊക്കെ കുടിച്ച് നല്ല സുന്ദരമായ വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായി തളർന്നൊക്കെയാണ് വന്നത്. ഫിറൗൻ്റെ അടുത്ത് രക്ഷപ്പെട്ടു. ഇപ്പോൾ അവർ ഉഷാറായി. അപ്പോഴത്തേക്ക് കാണാം അവർക്ക് വേറെ ഒരു മോഹം ഉദിക്കുകയാണ്. നോക്കാം, എന്താവർക്കുള്ള മോഹം എന്ന് പറയാം താഴോട്ട് ഞാനും തന്നെ. മൂസാ നബിയോട് അവർ പറയുന്നേ, ഞങ്ങൾ പറയുന്നത് കേൾക്ക് മൂസാ, ക്ഷമയും നമുക്കില്ല
ഒരേ ആഹാരം മാത്രം കഴിക്കുവാൻ എന്നും എന്നും. അതിനാൽ പറയണം നിൻ റബ്ബോട്, നീയും ദുആ ചെയ്യ് ഞങ്ങൾക്കായി. ഇങ്ങനെ ഇവരെല്ലാം ഉഷാറായി കഴിഞ്ഞപ്പോൾ വേറെ മോഹം തുടങ്ങിയിട്ട് അവരെല്ലാം കൂടി മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്. എന്നിട്ടും ഇത്രയുമൊക്കെ ആയിട്ടും മൂസാ നബി അവർ പ്രവാചകനായി ഈ ഇസ്രായേൽ കൂട്ടങ്ങൾ അംഗീകരിക്കുന്നില്ല. വീണ്ടും മൂസയോട് പറയുകയാണ്, മൂസ, ഈ കാടപ്പക്ഷിയും ഈ തേൻകട്ടയും മന്ന വസ്സൽവ ഇത് രണ്ടും നീ വെള്ളവും കഴിച്ച് എന്നുമെന്നും ഞങ്ങൾക്കിങ്ങനെ കടന്ന് ജീവിക്കാൻ കഴിയില്ല മൂസ. അതുകൊണ്ട് വേറെ ആഹാരങ്ങൾ നമുക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ട് മൂസ. അതുകൊണ്ട് നീ നിന്റെ റബ്ബിനോട് ഒന്നുകൂടി ദുആ ചെയ്തിട്ട് ഞങ്ങൾക്ക് വേറെ ഭക്ഷണങ്ങൾ തരാൻ പറയൂ മൂസ. അങ്ങനെയെങ്കിൽ നിന്നെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കാം മൂസ. നീ പ്രവാചകനാണെന്ന് ഞങ്ങൾ അംഗീകരിക്കാം മൂസ. ഭൂമി അവർ പറയാം, ഭൂമി അതിൽ നിന്നായി നമുക്കാഹാരം അവനും തരട്ടെയോ കുറേശ്ശെയായി. മൂസ, ഭൂമിയിൽ നിന്ന് കുറേശ്ശെ ആഹാരങ്ങൾ അവൻ ഞങ്ങൾക്ക് തരട്ടെ, ഞങ്ങൾക്കത് സന്തോഷമാണ്. വേറുള്ള ആഹാരങ്ങൾ കഴിക്കാൻ ഞങ്ങൾക്ക് കൊതിയാകുന്നു മൂസ. ഈ ഒരെണ്ണം തന്നെ കഴിച്ച് എത്ര നാൾ ഞങ്ങൾ ജീവിക്കും മൂസ. എന്നിട്ട് അവർ തന്നെ ആ തീറ്റയുടെ പേര് പറയുകയാണ്. ഖുർആൻ ആ പേരുകൾ എടുത്ത് പറയുന്നുണ്ട്. ചീര, പയറുമേ അവർ പറയുന്നതാണ്, അത് ഖുർആൻ എടുത്ത് പറയുകയാണ്. ചീര, പയറുമേ ഗോതമ്പാണേ, ഉള്ളി അതും പോരാ വെള്ളരിയും. ഇസ്രായേൽ പറയുകയാണ്, ഇസ്രായേൽ കൂട്ടർ പറയുകയാണ്, മൂസ, ഈ കാടപ്പക്ഷിയും തേൻകട്ടയും ഈ വെള്ളവും മാത്രം പോരാ, പിന്നെ ഭൂമിയിൽ നിന്ന് മുളച്ചു പൊന്തുന്നതായ ചീര വേണം മൂസ, പയറും വേണം മൂസ, ഗോതമ്പും വേണം മൂസ, ഉള്ളിയും വേണം മൂസ. അത് മാത്രം പോരാ മൂസ, വെള്ളരിയും വേണം മൂസ. മൂസാ നബി അലൈഹിസ്സലാം അന്തം വിട്ടുപോയി. ഇത്രയും നല്ല രുചികരമായ സുന്ദരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവർക്ക് കൊടുത്തിട്ട് ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്ന ഏറ്റവും നിസ്സാരമായ ഈ ഭക്ഷണമാണോ അവർക്ക് വേണ്ടത്? ബുദ്ധിയില്ലാത്തവർ തന്നെ. മൂസ ചിന്തിക്കുകയാണ്. ഇവയും ഇത് കേട്ട് മൂസാ നബിയും പറഞ്ഞു അവരോട് ക്ഷമയാൽ തന്നെ. എല്ലാവർക്കുമാണെങ്കിൽ ദേഷ്യം വരും, ഇത്രയൊക്കെ ചെയ്തിട്ടും നന്ദിയില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞു. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാം അവിടെ ക്ഷമിക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാം എന്തിനാണ് വന്നത്? ഇവരെ ഹിദായത്തിലേക്ക് ചേർക്കാനാണ്. അപ്പോൾ അത്രത്തോളം ക്ഷമ വേണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കും മനസ്സിലാക്കാനുള്ളത്, എത്ര പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ ക്ഷമിക്കണം തന്നെയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. മൂസ ക്ഷമയാൽ അവരോട് ചോദിക്കുകയാണ്, ചിന്താതില്ലാതെ പറയുവാണോ ഇനവും ഇത് മുന്തിയ ഭക്ഷണമാണേ, ഇതിലും മികച്ചത് ഇനിയും ആർക്കും കിട്ടാൻ തരമില്ലേ മണ്ടന്മാരെ. ഭക്ഷണം ഇതാ ഉത്തമം മുന്തിയതാ, ഇതിനേം കളഞ്ഞിട്ട് പോണം എന്നോ, ഏറ്റം നിസ്സാരമാം
പറഞ്ഞ ഭക്ഷണം നിങ്ങൾക്കശേഷവും ചിന്തയില്ലേ? അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ആ ജനതയോട്, ഇസ്രായേലി കൂട്ടങ്ങളോട് പറയുന്നു, അല്ല, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? ഈ സുന്ദരമായ ഭക്ഷണ പദാർത്ഥങ്ങളും കളഞ്ഞിട്ട് ചീരയും വെള്ളരിയും ഗോതമ്പും നിസ്സാരമായി ഭക്ഷണങ്ങൾ തിരക്കി നിങ്ങൾ പോവുകയാണോ? നിങ്ങൾക്ക് ചിന്തിക്കാൻ ശേഷിയില്ലേ? ഖിയാമത്ത് നാൾ വരുന്നവരെ ഉള്ള ഒരൊറ്റ ജനതയ്ക്കും ഈ ഭക്ഷണം ഇനി കിട്ടുകയില്ല. ഇതിനു മുമ്പും ഈ ഭക്ഷണം ആർക്കും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു പ്രത്യേകം തയ്യാറാക്കിയ ഈ ഭക്ഷണം, ഈ സുന്ദരമായ ഉത്തമമായ ഭക്ഷണവും വിട്ടിട്ട് നിങ്ങൾ വേറെ പോവുകയാണോ? നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവില്ലേ? നിങ്ങൾ മണ്ടന്മാരാണോ എന്ന് ക്ഷമയോടെ, വളരെ വിനയത്തോടെ മൂസാ നബി അലൈഹിസ്സലാം ഇസ്രായേൽ സന്തതികളോട് പറയുകയാണ്. മൂസ പറയുന്നു അവരോടന്ന്, നിങ്ങൾ പറഞ്ഞുള്ള ഭക്ഷണമാണേൽ പോണം ഇവിടന്ന്, അതാ പട്ടണം, അവിടെ പറഞ്ഞത് കേട്ടും പൊയ്ക്കോ. അങ്ങ് കുറേയായി ഇസ്രായേൽ ജനത, പതനം അവർക്കുമേ പതിച്ചു പോയി. മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, നിങ്ങൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊന്നും ഇവിടെ കിട്ടുകയില്ല. നിങ്ങൾ വേറെ ഒരു പട്ടണത്തിലേക്ക് പോകണം. അവിടെയാകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഭക്ഷണങ്ങളൊക്കെ കിട്ടിയേക്കാം. അള്ളാഹു നബിയോട് പറയുകയാണ്, അവർ കുറേ കാലം എങ്ങനെ ഫിറഔന്റെ ജീവിതകാലം, ഫിറഔൻ ഭരിച്ചുകൊണ്ടിരുന്നിടത്ത് നിന്നാണല്ലോ ഇവരെ രക്ഷപ്പെടുത്തി മൂസാ നബി അലൈഹിസ്സലാം കൊണ്ടുവന്നത്. ആ ഫിറഔന്റെ ആ കാലത്തിൽ അവര് ഒരുപാട് കാലം ദുഷിച്ച ജീവിതമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ ദുഷിച്ച ജീവിതത്തിൽ നിന്ന് ഇനിയും അവരുടെ കെട്ടുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെയൊക്കെ പറയുന്നത്. അവരിൽ ദുഷിച്ചുള്ള ചിന്ത മാത്രം വരുവാനിതാ കാരണം പതനം തന്നെ. ഫിറൗന്റെ ചക്രവാളം അവിടെ കറങ്ങിയിരുന്നപ്പോൾ ഇവരെല്ലാം അവൻ്റെ അനുയായികളായിരുന്നല്ലോ. അങ്ങനെ അവർക്ക് നാശം പിടിച്ചതാണ്. അവരുടെ ചിന്തയിൽ വേറെ ഒന്നും വരികയില്ല. അവർക്ക് എന്നും അധപ്പതനം തന്നെയാണ്. ആ അധപ്പതനം പിടിച്ചുപോയി അവർക്ക് ഫിറൗനിൽ നിന്ന്. ആ അധപ്പതനം ഇനി അവരിൽ വിട്ടുമാറുകയില്ല കേട്ടോ. ബോധം ധർമ്മവും അവർക്കില്ലെന്നേ, എന്നും മതപതനം തന്നെയാണേ. ഇത്രയും നല്ല മുന്തിയ ആഹാരവും വെള്ളവും അള്ളാഹു കനിഞ്ഞ് അവർക്ക് നൽകിയിട്ടും അതിലവർക്ക് തൃപ്തിയില്ലാതെ വെണ്ടയും ചീരയും ഉള്ളിയുമൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിടിവാശി പിടിച്ചപ്പോൾ അള്ളാഹു മൂസയോട് പറയുന്നു, അവർക്ക് വിവരമില്ല മൂസ, അവർ പതനം പിടിച്ചവരാണ്, അതപ്പതിച്ചു പോയി. അവരും നിഷേധിച്ചേ റബ്ബിൻ ആജ്ഞ, അവരും നിയമങ്ങൾ ലംഘിച്ചല്ലോ. ആകാശത്ത് നിന്ന് ശിക്ഷ ഇറങ്ങാനുള്ള കാരണമാണ് ഇനി അങ്ങോട്ട് പറയുന്നത്. അവരും മരുംകോല ചെയ്ത് പോയി,
അവരും പ്രവാചകരെ കൊന്നുപോയി. വന്നു പ്രവാചകന്മാർ പലരുമാണേ, അവർക്ക് ഇടയിലും തന്നെയാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങാൻ കാരണം ഒരു മൂസാ നബി അലൈഹിസ്സലാമിന് മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ അവർക്കിടയിൽ വന്ന് പ്രബോധനം നടത്തി. അവരെയെല്ലാം അവർ നിഷ്ഠൂരം കൊന്നുകളയുകയാണ് ചെയ്തത്. അത്ര ക്രൂരന്മാരാണ് ഇസ്രായേലികൾ. അത് തന്നിമിത്തം തന്നെയാണ് അല്ലാഹുവിൻ്റെ ശിക്ഷ അവരെ പിടികൂടിയത്. അവരെ മൊത്തവും കൊലയും ചെയ്തേ, അതമരാൽ ആണ്ട് പോയേ. മൂസാ നബിക്ക് മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാരെയും അവർ കൊന്നുകളഞ്ഞു നബിയെ. അവർ അതമർ തന്നെയാണ്. കോപം അതാ റബ്ബിൻ അവരിൽ വന്നു, ശിക്ഷാവരിലും ഇറങ്ങിച്ചെന്നു. അങ്ങനെ ഇത്രയും ദ്രോഹങ്ങൾ ചെയ്ത അവർക്കാണ് ആകാശത്ത് നിന്ന് ഘോര ശബ്ദമായി അള്ളാഹുവിൻ്റെ ശിക്ഷ അവരിൽ ഇറങ്ങിയത്. അള്ളാഹു അവരിൽ ആ ശിക്ഷ ഇറക്കിയത്. അത്രയും ധിക്കാരം കാണിച്ചവരാണ് ഈ ഇസ്രായേൽ. അന്നും ഇന്നും ഈ ഇസ്രായേലി കൂട്ടങ്ങൾ ധിക്കാരികളും അഹങ്കാരികളുമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് നാളെ പറയാം. അള്ളാഹു എല്ലാവർക്കും വാരിക്കോരി അവൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. എല്ലാവരും ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി വീണ്ടും കേൾക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് അറിയിച്ചു കൊടുക്കുക. എല്ലാവർക്കും കൂലി കിട്ടുന്നതാണ്. റജബ് മാസമാണ്. അല്ലാഹുവേ, നമുക്കെല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.